ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കേരളവാണി ഒരുക്കുന്ന നോമ്പുകാല ചിന്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നാം ധ്യാനിക്കുന്നത് വിശുദ്ധ പത്രോസിനെ കുറിച്ചാണ്. വിശുദ്ധ പത്രോസ് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ രൂപാന്തരപ്പെട്ട ഒരു വലിയ വ്യക്തിത്വമാണ്. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയുടെ ജീവിതത്തെ പൂർണ്ണമായി ഏറ്റെടുക്കുമ്പോൾ ഉണ്ടാകുന്ന വലിയ മാറ്റങ്ങളും അത്ഭുതങ്ങളും പത്രോസ് അപ്പോസ്തലൻ്റെ ജീവിതത്തിൽ നമുക്ക് കണ്ടെത്താനാകും. എടുത്തുചാട്ടക്കാരനായ പത്രോസ് ആത്മാവിൻ്റെ വെളിപാട് ലഭിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താൽ സൗമ്യതയുള്ളവനായി മാറുന്നുണ്ട്. എല്ലാം ഉപേക്ഷിച്ച് നിന്നെ അനുഗമിച്ചാൽ എന്ത് കിട്ടും എന്ന് ചോദിച്ച ക്രിസ്തുവിൻ്റെ പിന്നാലെ നീങ്ങിയ പത്രോസ് പിന്നീട് എല്ലാം ക്രിസ്തുവിനായി നൽകാൻ തക്കവിധം നിസ്വാർത്ഥതയുടെ ഉടമയായി മാറുന്നുണ്ട്. അതേസമയം ഭയപ്പെട്ടോടുന്ന പത്രോസിനെയും നമുക്ക് കാണാം. ചിലയിടങ്ങളിൽ വീരത്വത്തിൻ്റെ അടയാളമാവുന്ന പത്രോസ് ആത്മാവിൻ്റെ നിറവ് ലഭിക്കുമ്പോൾ ധീരതയുള്ളവനായി ധൈര്യത്തോടുകൂടി നിങ്ങൾ ക്രൂശിച്ചു വന്ന കർത്താവിനെ ദൈവം ഉയർപ്പിച്ചു എന്ന് പ്രഘോഷിക്കുന്നുണ്ട്. തിന്മയെ തിന്മ കൊണ്ട് നേരിടാനായി ശ്രമിച്ച പത്രോസ് ഈശോയെ യഹൂദ പടയാളികൾ ഗെത്സമൻ തോട്ടത്തിൽ വെച്ച് പിടിച്ചു കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോൾ തൻ്റെ കയ്യിലുള്ള വാളൂരി കർത്താവിനെ രക്ഷിക്കാനായി പടയാളിയുടെ ചെവി ഛേദിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതേ പത്രോസ് പിന്നീട് നന്മ കൊണ്ട് നിങ്ങൾ മൂഢരായ മനുഷ്യരുടെ അജ്ഞതയെ ലജ്ജിപ്പിക്കണമെന്ന് പറയുന്നു. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഈ കാലഘട്ടത്തിൽ നമ്മുടെ ജീവിതത്തിലും ലഭിക്കണമെന്നും എങ്കിൽ മാത്രമേ ക്രിസ്തുവിൻ്റെ സാക്ഷികളായി ജീവിക്കാനും ക്രിസ്തുവിനായി ജീവിതം നൽകാനും സാധിക്കുകയുള്ളൂവെന്ന് പത്രോസ് ശ്ലീഹയുടെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ ആദിമ ക്രൈസ്തവ സമൂഹത്തോട് പത്രോസ് പ്രസംഗിച്ചു കഴിയുമ്പോൾ 3000-ഓളം ആളുകൾ അപ്പോസ്തല കൂട്ടായ്മയിൽ ചേരുകയാണ്. അവർ സ്നാനം സ്വീകരിച്ച് ആദിമസഭയോട് ഐക്യപ്പെടുന്നുണ്ട്. നമ്മളൊക്കെ ഇന്ന് വ്യത്യസ്തങ്ങളായ രീതിയിൽ ക്രിസ്തുവിനെ പ്രഘോഷിക്കുന്നുണ്ട്. ആ പ്രഘോഷണങ്ങളുടെ ഫലമായി എത്ര പേരാണ് യേശുവിനെ നാഥനും രക്ഷകനുമായി സ്വീകരിച്ച് വിശ്വാസത്തിൻ്റെ ജീവിത തലത്തിലേക്ക് കടന്നു വരുന്നത്? നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിനു വേണ്ടി പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ പലതരത്തിലുള്ള പ്രതിസന്ധികളും പ്രശ്നങ്ങളും നാം അഭിമുഖീകരിക്കുന്നുണ്ട്. ഇവിടെ പത്രോസ് നമുക്കൊരു പ്രചോദനമാണ്, മാതൃകയാണ്. പത്രോസ് ശ്ലീഹ നമ്മുടെ ജീവിതത്തിന് ഒരു കരുത്ത് പ്രദാനം ചെയ്യുന്നുണ്ട്. നമുക്കും വിശുദ്ധ പത്രോസിൻ്റെ നല്ല മാതൃകകൾ അനുകരിക്കാം. അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങളിലൂടെ എപ്രകാരം ആത്മാവിൻ്റെ ശക്തിയാൽ രൂപാന്തരപ്പെട്ടു എന്ന് നാം കാണുന്നുണ്ട്. കർത്താവിൻ്റെ ശക്തമായ കർത്തിൻ കീഴിൽ ശാന്തതയോടെ നിന്നുകൊള്ളുക, അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുമെന്ന് പറയുന്ന പത്രോസിൻ്റെ സൗമ്യതയും ക്രിസ്തുവിനെ പ്രതിയേൽക്കുന്ന പീഡനങ്ങളും ക്ലേശങ്ങളും അത് നമ്മെ മഹത്വത്തിലേക്കാണ് നയിക്കുന്നത് എന്നുള്ള പത്രോസിൻ്റെ സഹനത്തോടുള്ള മനോഭാവമൊക്കെ നമ്മുടെ അനുദിന ജീവിതത്തിൽ മാതൃകയാക്കാവുന്നതാണ്. സുവിശേഷങ്ങളിൽ പല ഭാഗത്തും പത്രോസിനെ നാം കണ്ടുമുട്ടുന്നുണ്ട്. യേശു ജീവൻ്റെ അപ്പമാണെന്ന് പറയുന്ന അവസരത്തിൽ ഒത്തിരി പേർ യേശുവിൻ്റെ കൂടെ നടന്നവർ യേശുവിനെ വിട്ടുപോയപ്പോൾ ഈശോ തൻ്റെ മുൻപിൽ നിന്ന് ശിഷ്യഗണത്തോട് ചോദിക്കുന്നു, നിങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്നുണ്ടോ? പത്രോസ് അവിടെ ധൈര്യത്തോടുകൂടെ പറയുകയാണ്, കർത്താവേ, ഞങ്ങൾ ആരുടെ അടുക്കലേക്കാണ് പോവുക? നിത്യജീവൻ്റെ വചനങ്ങൾ നിൻ്റെ പക്കലുണ്ടല്ലോ. ആത്മാവിൻ്റെ വെളിപാട് പത്രോസിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത് കൊണ്ടാണ് ക്രിസ്തു ജീവൻ്റെ നിത്യജീവൻ്റെ വചനമാണെന്നൊക്കെ പത്രോസിന് പറയാനായി സാധിച്ചത്. പരിശുദ്ധാത്മാവിലൂടെ നമുക്ക് ലഭിക്കുന്ന വെളിപാടുകളാണ് വിശ്വാസ ജീവിതത്തിന് ബലമേകുന്നത്. അപ്പോസ്തല പ്രവർത്തനം 3-ാം അധ്യായത്തിൽ പത്രോസിൻ്റെ ശക്തമായ വ്യക്തിത്വം നമുക്ക് കാണാൻ സാധിക്കും. ജന്മന മുടന്തനായ മനുഷ്യൻ്റെ മുൻപിൽ പത്രോസ് ധീരതയോടെ പറയുകയാണ്, വെള്ളിയോ സ്വർണമോ എൻ്റെ കയ്യിലില്ല, എനിക്കുള്ളത് ഞാൻ നിനക്ക് തരുന്നു. നസ്രായനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക. ജന്മന മുടന്തനായ മനുഷ്യനെ എഴുന്നേൽപ്പിച്ചു നിർത്തി ദൈവത്തെ സത്യദൈവത്തെ വെളിപ്പെടുത്തി കൊടുക്കുന്ന പത്രോസിൻ്റെ ക്രിസ്തുവുമായുള്ള ഒരു ബന്ധം
ഈ അത്ഭുതത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ക്രിസ്തുവാണ് ഏറ്റവും വലിയ സമ്പത്ത്. പത്രോസ് തൻ്റെ ജീവിതത്തിൽ അത് കണ്ടെത്തുകയും അത് പ്രഘോഷിക്കുകയും ചെയ്തു. ഇന്ന് നാം ക്രിസ്തുവിനെയാണോ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വിലയുള്ളതായി കൊണ്ടു നടക്കുന്നത്? അതോ നശ്വരമായ സ്വർണവും വെള്ളിയും ഭൗതിക സമ്പത്തുകളുമാണോ? ഈ ഭൗതികതയ്ക്ക് വേണ്ടിയൊക്കെ ക്രിസ്തുവിനെ നാം മറക്കുന്നുണ്ടോ? പത്രോസ് നമ്മുടെ മുമ്പിൽ ഒരു വെല്ലുവിളിയായി നിൽക്കുന്നു. പത്രോസിനെ പോലെ ധീരതയുള്ള ക്രിസ്തു സാക്ഷികളാകുവാൻ പരിശുദ്ധാത്മാവിൻ്റെ നിറവിന് വേണ്ടി പ്രാർത്ഥിക്കാം. ആത്മാവിൻ്റെ അഭിഷേകത്താൽ ഈ ഭൂമിയിൽ ക്രിസ്തുവിന് സാക്ഷികളാകാൻ പത്രോസിൻ്റെ മധ്യസ്ഥം നമ്മെ സഹായിക്കട്ടെ.